ഒരാഴ്ച മുമ്പ് തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ അർച്ചനയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകുന്നു. അർച്ചനയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പോത്തൻകോട് നിന്ന് ഒരു വാർത്ത പുറത്തു വന്നു. ഒരു യുവതിയും യുവാവും ചേർന്ന് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്ത് വെള്ളാണിക്കൽ പാറയ്ക്ക് സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കിടപ്പുണ്ട് എന്ന്. ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് ആ കാണാതായ അർച്ചനയെയും അർച്ചനയുടെ വീടിന് സമീപത്തുള്ള ഒരു യുവാവിനെയുമാണ്. രണ്ടുപേരുടെയും കൈകൾ കൂട്ടിക്കെട്ടി തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുന്നു. ഇവര് ഒരു മരത്തിൽ കയറി രണ്ടുപേര് കൈ കെട്ടിയിട്ട് ഞരം പറത്തിട്ടാണ് തൂങ്ങിയെന്ന് പറയും. ഞാൻ പോയി കണ്ടിട്ടില്ല. അത് ഇവിടെയാണ് ഇവിടെ താമസന്മാര്, ഇവിടെ വാളിയറ താമസന്മാർ. ഇവിടെ അവര് താമസിച്ചിട്ടുണ്ടെന്ന വീട് ഒരാൾ വാങ്ങിച്ചപ്പോ അത് മാറിക്കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ മാറി. അങ്ങനെയാണ് വാളിയറ പോയി. അങ്ങനെ കാണാതൊന്നും ആയിരുന്നില്ല. ഇവിടെ പോയത് ഞാൻ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കാണാറില്ല. കാരണം ഞാൻ രാവിലെ 3 മണിക്ക് കട തുറക്കും, 7 മണിക്ക് അടയ്ക്കും. ഈ റബ്ബർ വീട്ടുകാർ പോകും. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കട തുറക്കുന്നില്ല. കാരണം കണ്ണ് കാഴ്ചയില്ലാത്ത തിമരത്തിന് അത് നിർത്തി വെച്ചിരിക്കുക. ഇതിനിടയ്ക്ക് ഞാൻ കാണാറില്ല. ആത്മഹത്യയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്നത്. വെള്ളനാട് സ്വദേശിയായിട്ടുള്ള ഷെബിൻ എന്ന് പറയുന്ന 34 വയസ്സുകാരനും അർച്ചന എന്ന് പറയുന്ന 32 വയസ്സുകാരിയും റബ്ബർ തോട്ടത്തിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു എന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. പരസ്പരം കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം എന്ന് പറയുമ്പോഴാണ് ആ സംശയങ്ങൾ ആക്കം കൂടുന്നത്. ആത്മഹത്യക്ക് മുമ്പ് അവർ അത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമോ എന്നുള്ളത് ചോദ്യം. വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളാണിക്കൽ പാറയിൽ വെള്ളിയാഴ്ച രാവിലെ എത്തിയ വിനോദസഞ്ചാരികളാണ് റബ്ബർ മരത്തിന്റെ 2 കൊമ്പുകളിലായി ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് അവിടെ എത്തി 2 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. 2 പേരും കൈകൾ പരസ്പരം ബന്ധിപ്പിച്ച നിലയിലായതിനാൽ ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അർച്ചനയെ കാണാനില്ല എന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ഭർത്താവ് ആര്യനാട് പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാവിലെ ഇരുവരുടെയും മരണവാർത്ത വീടുകളിൽ എത്തുന്നത്. ഇവർ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. പോത്തൻകോട് പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവർ തമ്മിൽ കാണുമെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു വിഷ്ണു അമ്പലത്തിലെ ഉത്സവം ഉണ്ടായി. അപ്പോഴാണ് ഇവർ തമ്മിൽ പരസ്പരം കാണുന്നത്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഇവർ വീണ്ടും സ്നേഹത്തിലായെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഡേൽബിയിൽ പണിയുണ്ടായി. അമ്മയുടെ ജോലി ജോലിയെന്ന് എനിക്കറിയില്ല.
അർച്ചന ഈ യുവാവുമൊത്ത് പുറത്തു പോകുമോ അല്ലെങ്കിൽ ഈ യുവാവുമൊത്ത് ജീവൻ എടുക്കുമോ എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആത്മഹത്യയോ കൊലപാതകമോ എന്നുള്ള പ്രധാനപ്പെട്ട സംശയവും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നിലവിൽ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായ പ്രകാരം അവരെല്ലാം കുറ്റപ്പെടുത്തുന്നതാകട്ടെ ആ യുവതിയെയാണ്. പുറത്തു പോകാനും ഒന്നിച്ചു ജീവിക്കാനും യുവാവ് നിർബന്ധിച്ചാൽ പോലും 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ അവൾക്ക് അതിന് തിരിച്ചറിവ് വേണ്ടേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. മക്കളുടെ കാര്യമെങ്കിലും ഓർത്ത് അവനൊപ്പം ഇറങ്ങിപ്പോകാതിരുന്നൂടായിരുന്നു എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. എന്തായാലും അതിദുരൂഹമായിട്ട് തുടരുകയാണ് ഈ ഒരു മരണം. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 2 പേരും ചേർന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷെ ചില ദുരൂഹ സാഹചര്യങ്ങൾ ഇതിന് പിറകിലുണ്ട് എന്നുള്ളത് വാസ്തവം. ആത്മഹത്യയാണോ ദുരഭിമാന കൊലയാണോ എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം.